ധാരാളമുണ്ട്. പക്ഷേ സ്വന്തം ഇച്ഛ പറയുന്നു, നീ അത് ചെയ്തേക്ക്. അപ്പോഴേ നിനക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ഫാഷൻ ലഭിക്കൂ, അപ്പോഴേ നിനക്കൊരു മോഡൽ ലഭിക്കൂ, അപ്പോഴേ നിനക്കൊരു ഭംഗി ലഭിക്കൂ, അപ്പോഴേ മറ്റുള്ളവരിൽ നിന്ന് നിന്നെ വേറിട്ട് കാണാൻ പറ്റൂ. അപ്പോഴതാ നമ്മൾ ആ മാർഗത്തിലേക്ക് പോകുന്നു. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതോ അരുത്, തൊട്ടേക്കരുത്, വാങ്ങിയേക്കരുത്, സ്വീകരിച്ചേക്കരുത്. അപകടമാണ്, അപകടമാണ്. ഉദാഹരണം വേണോ സഹോദരങ്ങളെ? 1 2 10 100 ധാരാളമുണ്ട്. ഒന്ന് ഞാൻ ആദ്യമായി പറയട്ടെ, സാമ്പത്തികമായ രംഗം അത് വല്ലാതെ നമ്മളുമായി ബന്ധപ്പെടുന്നൊരു വിഷയമല്ലേ? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സാമ്പത്തിക രംഗത്ത് യുദ്ധം പ്രഖ്യാപിച്ചൊരു സംഗതിയുണ്ട്, അറിയാമല്ലോ എല്ലാവർക്കും. ആ പണി ചെയ്താൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാഗത്ത് നിന്ന് ഹർബാണുള്ളത് എന്ന് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു. ഫഇല്ലം തഫഅലൂ ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. ഫഇല്ലം തഫഅലൂ, പലിശ വാങ്ങുന്ന പണി നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ, പലിശക്ക് കൊടുക്കുന്ന പണി നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ, ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, നിങ്ങളെ അപ്പുറത്ത്, നിങ്ങളെ എതിർ സ്ഥാനത്ത് നിർത്തിയതാരാന്നറിയുമോ? അല്ലാഹു തആല നിങ്ങൾക്ക് എതിരാളിയാണ്. റബ്ബിന്റെ തൃപ്തി നിങ്ങൾക്കുണ്ട് എന്നല്ല പറഞ്ഞത്, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് എതിർപ്പുണ്ട്, അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും എതിർപ്പുണ്ട്. അള്ളാഹുവും റസൂലും ഒരു മനുഷ്യനെ എതിർ സ്ഥാനത്ത് നിർത്തിയാൽ അവൻ എവിടുന്ന് ജയിക്കാനാ? നല്ല നിലക്ക് ജീവിക്കുമോ? നല്ല നിലക്ക് മരിക്കുമോ? നല്ല നിലക്ക് ആഖിറത്തിലെത്തുമോ? പലിശക്ക് വേണ്ടി പരാക്രമം നടത്തിയിട്ട് അന്യോന്യം കലഹങ്ങളിൽ ഏർപ്പെട്ട് കുടുംബങ്ങളോ അയൽക്കാരോ കൂട്ടുകാരോ നാട്ടുകാരോ എന്ന് വ്യത്യാസമില്ലാതെ തമ്മിലടിച്ചിട്ട് കൊലകൾ നടത്തിയിരുന്ന അറേബ്യയിൽ പലിശ മുഴുവനും അവസാനിപ്പിച്ചുകൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിലെ പലിശയുടെ കണക്കും പറഞ്ഞ് നിങ്ങളിനി ശത്രുതയുണ്ടാക്കരുത്, ആ കണക്ക് മുഴുവനും എന്റെ കാൽപാദത്തിന്റെ ചുവട്ടിൽ ഞാൻ ഇതാ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? പക്ഷേ ആ അറേബ്യൻ സമൂഹവും ഏറ്റവും കൂടുതൽ ഇപ്പോൾ അധ്വാനിച്ച് കാശ് വസൂലാക്കുന്നത് പലിശയിലൂടെയല്ലയോ? എത്ര ആളുകളാണ് സഹോദരങ്ങളെ ലക്ഷക്കണക്കിന് സമ്പാദ്യം പലിശയിലൂടെ നേടുന്നത്? മഅദല്ലാഹ്, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും എതിർ സ്ഥാനത്ത് നിർത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധ പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ മനുഷ്യൻ മുഅ്മിനായി മരിക്കൂല. പലിശ തിന്നുന്നവൻ, പലിശക്ക് പണം കൊടുക്കുന്നവൻ, പലിശയുടെ സമ്പാദ്യമായി ഇപ്പയും ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കുന്നവർ ഒന്നാലോചിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ വീട് വെക്കുമ്പോ എത്ര അധ്വാനിക്കണം ഒന്ന് ഹലാലായ രൂപത്തിലെടുക്കാൻ? ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ എനിക്ക് എടുക്കാൻ കഴിയൂല. തുച്ഛ വരുമാനം കൊണ്ടൊരു പക്ഷേ 4 വർഷം 5 വർഷം 6 വർഷം മെനക്കെട്ടുകൊണ്ട് ഞാൻ ആ പണി പൂർത്തീകരിക്കുന്നു. നിന്റെ ഇച്ഛ നിന്നോട് പറയുന്നു, ഒരു കടലാസിൽ ഒപ്പിട്ട് കൊടുത്താൽ ഇക്കൊല്ലത്തെ 6 മാസക്കാലം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ നിനക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുമടോ? ഒന്ന് എഴുതി കൊടുത്തേക്ക്. എവിടേക്കാ നിന്റെ ഇച്ഛ പോകുന്നത്? പടച്ച റബ്ബ് പറഞ്ഞിട്ട് ആ ഒരു പേടിയിലായി നിന്നിട്ട് തുച്ഛ വരുമാന സമ്പാദ്യത്തിന്റെ വർധനവ് കൊണ്ട് ഹലാലായ രൂപത്തിൽ എടുക്കാമെന്നാണോ? അതല്ല, നിന്റെ ഇച്ഛ നിന്നോട് പറയുന്നത് പലിശ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് 6 മാസക്കാലം കൊണ്ട് ഗഡുക്കളായി കിട്ടിയിട്ട് പിന്നെ ഒരു 6 വർഷക്കാലം കൊണ്ട് പലിശയടക്കം നീ തീർത്ത് വീട്ടിയാൽ മതി എന്നൊരു ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങാനോ? ഒന്ന് ആലോചിച്ചോ സുഹൃത്തേ?
ഒന്ന് ചിന്തിക്കൂ സഹോദരാ, ഒന്ന് ആലോചിക്കൂ. ഇനി അതിന്റെ താഴെ നിങ്ങൾ കൂട്ടിക്കോളൂ. ഭൂമി വിൽപ്പനയുണ്ട്, വാഹനം വാങ്ങലുണ്ട്, അതുപോലെ തന്നെ ബിൽഡിംഗ് വാങ്ങലുണ്ട്, സ്വന്തം ശരീരം വരെ ഇന്ന് പലരും പണയം വെച്ചിരിക്കുകയാണ്. പലിശയുടെ വിഷയത്തിൽ പണയത്തിലാണ് സഹോദരന്മാര് പലരും, സഹോദരിമാര് പലരും. കുടുംബമടക്കം കുടുംബം മൊത്തം എഴുതി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളെ കൂട്ടത്തിൽ ഒരു 10 ആള് മരിച്ചാലും ഒരാൾക്കൊരു 15 ലക്ഷത്തിന്റെ പലിശയുടെ ശതമാനമായിട്ട് അനന്തരക്കാരിലേക്ക് നൽകണേ. ഒപ്പിട്ട് കൊടുത്തില്ലേ സഹോദരാ? പച്ചയായ പലിശക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നത് എത്രമാത്രം വലിയ അപകടകരമാണ്. എത്ര വികസിപ്പിച്ചാലും വികസനം കിട്ടില്ലെന്ന് അള്ളാഹു തീർത്ത് പറഞ്ഞൊരു പണമല്ലേ പലിശപ്പണം. വമാ ആതീതും മിദ്ദിബൽ യർബു ഫീ അംവാലിന്നാസി ഫലാ യർബു ഇൻദല്ലാഹ്. പണം വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളുടെ പണമൊന്ന് വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന പലിശപ്പണം ഫലാ യർബു ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ അത് വളരുകയില്ല, അത് വികസിക്കുകയില്ല. ബറക്കത്ത് എന്ന് പറയുന്ന സംഗതി അല്ലാഹു അതിന് നൽകുകയില്ല. യംഹഖുല്ലാഹു റിബാ, പലിശക്കുള്ള ബറക്കത്ത് മുഴുവനും അല്ലാഹു തേച്ച് മാച്ച് കളഞ്ഞിരിക്കുന്നു. കിട്ടുന്നത് കോടിക്കണക്കിനാണെങ്കിലും കോടാനക്കോടിയാണെങ്കിലും യംഹഖുല്ലാഹു റിബാ, പലിശ മുതലാണോ കിട്ടുന്നത്? ഒരു 50 പൈസന്റെ ബറക്കത്ത് പോലും അല്ലാഹു അതിൽ നൽകില്ല. ജാഹിലിയ്യ കാലഘട്ടം